പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരീ സഹോദരന്മാരെ, ക്രിസ്തുനാഥൻ്റെ തിരുപ്പിറവിയാൽ പരിപാവനമാക്കപ്പെട്ട ഈ സുദിനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹപൂർവ്വം നേരുന്നു. ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും പരസ്പര സഹകരണത്തിൻ്റെയും സന്ദേശമാണ്. പുൽക്കൂട്ടിൽ ജാതനായ കന്യാതനയൻ നമ്മെ പഠിപ്പിക്കുന്നത് പാവങ്ങളോടും പാവപ്പെട്ടവരോടും പക്ഷം ചേരുവാനാണ്. ഒന്നുമില്ലാത്തവർക്ക് നൽകുവാനാണ്. നമ്മുടെ ഈ ക്രിസ്മസ് സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമഭാവനയുടെ ഒരു ക്രിസ്മസ് ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ്
നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. മഹിമൈക്കീതാ നന്ദി ചൊല്ലുന്നീവ താഴ്മയാ, ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ, ആദനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം പൂകണേ ഞങ്ങളിൽ. പരിപാവനൻ അങ്ങുദാനേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മനുഷ്യാവതാരം ചെയ്ത അങ്ങേ വചനത്തിൻ്റെ നവ്യപ്രഭയിൽ ഞങ്ങൾ നിറയുമ്പോൾ
വിശ്വാസത്തിലൂടെ മനസ്സിൽ പ്രകാശിപ്പിക്കുന്നത് ഞങ്ങളുടെ പ്രവൃത്തികളിലും പ്രതിഫലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവ് പ്രഘോഷിക്കുന്നു. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രക്ഷകൻ വരുന്നു, ഇതാ അവിടത്തെ പ്രതിഫലം അവിടത്തോടു കൂടെ, സമ്മാനം അവിടത്തെ മുൻപിലും. കർത്താവാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധജനമെന്ന് അവർ വിളിക്കപ്പെടും. അന്വേഷിക്കപ്പെടുന്നവർ പരിത്യക്ത നഗരം എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചനം. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും, നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും, നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും. നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, ദീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. ആകാശം അവിടുത്തെ നീതി പ്രഘോഷിക്കുന്നു, എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും, നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും. നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു, പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷം ഉദിച്ചിരിക്കുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവേൻ, അവിടുത്തെ വിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവേൻ. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും, നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും. നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന്. നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താലത്രേ. ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. അവിടുത്തെ കൃപാവരത്താൽ നാം നീതിമത്കരിക്കപ്പെടുന്നതിനും നിത്യജീവനെപ്പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്യുന്നതങ്ങളിലെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച്
ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരീ സഹോദരന്മാരെ, ദൈവപുത്രൻ്റെ തിരുപ്പിറവി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് ആഗതമായിരിക്കുന്നു. ശാന്തിയുടെയും പരസ്പര സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ആഘോഷമാണ് ക്രിസ്മസ്. ദൈവം നമുക്കായി ഒരുക്കിയ സമാധാനവും സ്നേഹവും സന്തോഷവും എന്നും അനുഭവിക്കാനും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും നിങ്ങൾക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. സഭാപിതാവും രക്തസാക്ഷിയുമായ സ്മിർനയിലെ മെത്രാനായിരുന്ന വിശുദ്ധ പോളികാർപ്പ് പറയുന്നു, ദൈവം നമ്മോട് കാണിക്കുന്ന അതേ മഹാമനസ്കതയിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ആരെയും നിന്ദിക്കരുത്. നന്മ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവത്തിൻ്റെ മഹാമനസ്കതയുടെ ഏറ്റവും ഉദാത്തമായ പ്രകടനമായിരുന്നു തിന്മയുടെ കൂരിരുട്ടിൽ കഴിഞ്ഞിരുന്ന മാനവരാശിക്ക് വെളിച്ചമായി ഭൂമിയിൽ ഇറങ്ങി വന്ന് അവരോടൊത്ത് വസിച്ചത്. യേശുവാകുന്ന പ്രകാശം നാം സ്വീകരിച്ചെങ്കിൽ ആ സ്നേഹപ്രകാശം ഇല്ലായ്മയിൽ കഴിയുന്നവർക്കായി പങ്കുവയ്ക്കുവാനും നാം കടപ്പെട്ടിരിക്കുന്നു. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നു, ജീവിത സായാഹ്നത്തിൽ സ്നേഹം വിധി നടത്തും. ജീവൻ നൽകിയാണ് ഏറ്റവും ഉദാത്തമായ സ്നേഹത്തിൻ്റെ പാഠം ദിവ്യനാഥൻ നമ്മെ പഠിപ്പിച്ചത്. നൽകുക എന്നത് ഒരു ചെറിയ വാക്കാണ്, എന്നാൽ നിർമ്മലമായ സ്നേഹം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് നമ്മുടെ നൽകലുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. പഴയ നിയമത്തിലെ തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിത്ത് മകനായ തോബിയാസിന് നൽകുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് പാവങ്ങളോടുള്ള കരുണയ്ക്കാണ്. തോബിയാസിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന്
മുഖം തിരിക്കുകയില്ല. തുടർന്ന് നാം വായിക്കുന്നു, ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. ദൈവദൂതനായ റാഫേൽ മാലാഖയുടെ വാക്കുകളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. ഈ 3 പുണ്യങ്ങളിലും സ്വയം മറക്കലുണ്ട്. ഉപവാസത്തിൽ സ്വയം മറന്ന് ദൈവത്തോടൊപ്പമായിരിക്കുന്ന അവസരം, ദാനധർമ്മത്തിൻ്റെയും നീതിയുടെയും നിർവഹണത്തിൽ സ്വയം മറന്ന് സഹോദരരോടൊപ്പമായിരിക്കുന്ന അവസ്ഥ, അതായത് ഈ 3 പുണ്യകർമ്മങ്ങളിലും ദൈവസ്നേഹവും പരസ്നേഹവും നിറഞ്ഞു നിൽക്കുന്നു. ഈ 3 പുണ്യങ്ങളും കൂടിയാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ശ്രേഷ്ഠമാകുമെന്നാണ് മാലാഖയുടെ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ഫ്രത്തേല്ലി തൂത്തി അഥവാ എല്ലാവരും സഹോദരർ എന്ന പുതിയ ചാക്രിക ലേഖനം ഈ ആഗമന കാലത്ത് ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. എല്ലാ മനുഷ്യരെയും തുല്യ അവകാശങ്ങളും കടമകളും മഹത്വവും ഉള്ളവരായാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നന്മയും കരുണയും സ്നേഹവും വറ്റി മരുഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ സാഹോദര്യത്തിൻ്റെ വിത്ത് വിതയ്ക്കാനുള്ള ആഹ്വാനമാണ് പാപ്പ നൽകുന്നത്. വില്ലനോവയിലെ വിശുദ്ധ തോമസ് പറയുന്നു, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ പാവങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം. ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ സഹായം ആവശ്യമുള്ളവർക്ക് അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നൽകുവിൻ. പ്രത്യേകമായി ഭിക്ഷയാചിക്കാൻ അഭിമാനം സമ്മതിക്കാത്ത പാവങ്ങൾക്ക് അറിഞ്ഞു നൽകുവിൻ. ഈ കോവിഡ് മഹാമാരിയുടെ കാലയളവിൽ പല കുടുംബങ്ങളുടെയും ജീവിതത്തിൻ്റെ താളം തെറ്റിയിട്ടുണ്ട്. ഒട്ടനവധി പേർക്ക് ജോലി നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വൃദ്ധരായ മാതാപിതാക്കളുടെയും രോഗികളായ കുടുംബാംഗങ്ങളുടെയും ചികിത്സാ ചെലവുകൾ കണ്ടെത്താനും കുടുംബത്തിലെ മറ്റ് അനുബന്ധ ചെലവുകൾക്കുമായും ഇന്ന് നമുക്ക് ചുറ്റുമുള്ള കുടുംബങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. മഹാമാരിയുടെ ഈ നാളുകളിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇത്തരത്തിൽ താളം തെറ്റിയ കുടുംബങ്ങളെ കണ്ടറിഞ്ഞ് സഹായിക്കാൻ നമുക്ക് മുന്നോട്ട് വരാം. മഹാനായ വിശുദ്ധ ബേസിൽ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ അധിക ഭക്ഷണം പാവങ്ങളുടേതാണ്. നിങ്ങളുടെ അലമാരിയിൽ നിറഞ്ഞിരിക്കുന്ന അധികമുള്ള വസ്ത്രങ്ങൾ നഗ്നരുടേതാണ്. നിങ്ങൾ മറച്ചു വച്ചിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിലുള്ള സ്വർണം
നിരാലംബരുടേതാണ്. നിസ്വാർത്ഥ സ്നേഹത്തോടെ നമുക്ക് പാവങ്ങളെ സമീപിക്കാം. വിശുദ്ധ റോബർട്ട് ബെല്ലാർമിൻ്റെ ശക്തമായ വാക്കുകൾ ഇത്തരണത്തിൽ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ്. പാവങ്ങൾക്ക് നൽകുന്ന ഒരുവനും നശിച്ചു പോയിട്ടില്ല. പാവങ്ങൾക്ക് നൽകാത്ത ഒരുവനും രക്ഷപ്പെട്ടിട്ടുമില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ അന്ത്യവിധിയുടെ വിവരണത്തിലും നാം കാണുന്നത് ഈ യാഥാർത്ഥ്യമാണ്. കരുണ കാണിച്ചവരെ നോക്കി രാജാവ് പറയുന്നത്, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ദൈവം തന്നെ നമുക്കായി നൽകിയതിൻ്റെ ആഘോഷമാണല്ലോ ക്രിസ്മസ്. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. അവിടുന്ന് നമ്മെ കരുതുന്ന പോലെ മറ്റുള്ളവരോട് കരുതലുള്ളവരായി നമുക്ക് മാറാം. ക്രിസ്മസ് ഒരു കാലമല്ല, മറിച്ച് ഒരു അനുഭവമാണ്. സമാധാനത്തിൻ്റെ ഒരനുഭവം. നൽകാൻ സന്മനസ്സുള്ളവർക്കേവർക്കും മാലാഖമാർ പറഞ്ഞ ഈ സമാധാനത്തിൻ്റെ അനുഭവം സ്വന്തമാക്കാൻ സാധിക്കും. ദൈവം നമുക്കായി ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം പങ്കുവച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാം. നിരാശരായി കഴിയുന്നവർക്ക് പ്രത്യാശയുടെ സന്ദേശം നൽകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവരക്ഷകൻ നിങ്ങളുടെ ജീവിതങ്ങൾ സമാധാനവും സ്നേഹവും പ്രത്യാശയും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നേരുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും തിരുപ്പിറവിയുടെ ആശംസകളും അനുഗ്രഹങ്ങളും. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിലെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനമായ അവിടുന്ന് വഴി സകലം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. വത്സല സഹോദരരെ, നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ ഇന്ന് നമ്മുടെ സൽപ്രവർത്തികളിലല്ല, മറിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന്
യാതനാ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. പരിപാലകനായ ദൈവമേ, അങ്ങേ തിരുസഭയെ നയിക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയെ തൃക്കൺ പാർക്കണമേ. ദൈവജനത്തെ സ്നേഹത്തിലും ഐക്യത്തിലും വളർത്തുവാൻ അദ്ദേഹത്തിന് ആവശ്യമായ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല ഇടയനായ ദൈവമേ, വരാപ്പുഴ അതിരൂപതയെയും അതിരൂപതയെ നയിക്കുന്ന ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പൊലീത്തയെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ദൈവരാജ്യം പണിതുകൊണ്ട് അതിരൂപതയെ നയിക്കുവാൻ അഭിവന്യ പിതാവിനെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നു. തികഞ്ഞ വിശുദ്ധിയോടും ഒരുക്കത്തോടും കൂടെ അങ്ങയുടെ പുത്രൻ്റെ ജനനത്തിൻ്റെ മഹോത്സവം ആഘോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹസ്വരൂപനായ ദൈവമേ, ലോകമെമ്പാടും മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മിഷണറിമാരെയും ഞങ്ങൾ ഓർക്കുന്നു. തികഞ്ഞ കാരുണ്യത്തോടും സത്യസന്ധതയോടും വിശുദ്ധിയോടും കൂടെ അവരുടെ കർത്തവ്യങ്ങൾ ചെയ്യുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യജീവനായ ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ വിശ്വാസികളെയും സമർപ്പിക്കുന്നു. അവരുടെ പാപക്കടങ്ങൾ ഇളച്ചുകൊടുത്ത് സ്വർഗം പോകാൻ ഇവരുടെ ആത്മാക്കൾക്ക് ഇടയാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായവനെ സംവഹിക്കാൻ അർഹയായ കന്യകമറിയം, അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അങ്ങേ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഞങ്ങൾ കൈകൂപ്പിടുന്നു നിന്റെ യാഗത്തിൻ സന്നിധി. നാഥാ, ഞങ്ങൾ കൈകൂപ്പിടുന്നു നിന്റെ യാഗത്തിൻ സന്നിധി. നൽകുന്നു ഞങ്ങളുടെ യാഗഫലങ്ങൾ, നൽകാഴ്ച നിപ്പാതി ജീവിതവും. നൽകുന്നു ഞങ്ങളുടെ യാഗഫലങ്ങൾ, നൽകാഴ്ച നിപ്പാതി ജീവിതവും. നാഥാ, ഞങ്ങൾ കൈകൂപ്പിടുന്നു നിന്റെ യാഗത്തിൻ സന്നിധി. കാഴ്ചയിടുന്നിതാ അപ്പവും നിൻ മുൻപിൽ, കാണിക്കയായി ഞങ്ങൾ മുന്തിരി നീരും. കാഴ്ചയിടുന്നിതാ അപ്പവും നിൻ മുൻപിൽ, കാണിക്കയായി ഞങ്ങൾ മുന്തിരി നീരും. കനിവോടെ കൈക്കൊള്ളുദേവാ, കാൽവരിക്കുന്നിലെ മാംസമായ രക്തമാ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവിന്റെ നാമത്തെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭയുടെ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ ദിനത്തിലെ പിറവിയുടെ രഹസ്യങ്ങളാൽ ഞങ്ങളുടെ കാഴ്ചവസ്തുക്കൾ യോഗ്യമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യനായി ജനിച്ച അവിടുന്ന് ദൈവമായും പ്രശോഭിച്ച പോലെ ഈ ഭൗമിക വസ്തുക്കൾ ദൈവികമായവ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിൻ്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമായി. അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു.
ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങളുടെ നാഥാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലെ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു.
എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. മാലാഖമാർ പാടി ഹല്ലേലൂയാ ഗീതം, പ്രശാന്തമാ നീലരാവിൽ ജാതനമേശുവിനാ. മാലാഖമാർ പാടി ഹല്ലേലൂയാ ഗീതം, പ്രശാന്തമാ നീലരാവിൽ ജാതനമേശുവിനാ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രൻ്റെ ജനനം ആനന്ദ ഭക്തിയോടെ ആചരിക്കുന്ന ഞങ്ങൾക്ക് ഈ രഹസ്യത്തിൻ്റെ നിഗൂഢത വിശ്വാസത്താൽ ഗ്രഹിക്കുന്നതിനും പൂർണ്ണമായവ കൂടുതൽ സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയോടെ
വിലമതിക്കുന്നതിനും ഇടവരുത്തണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവൻ. തൻ്റെ പുത്രൻ്റെ മനുഷ്യാവതാരത്താൽ ലോകത്തിൻ്റെ അന്ധകാരമെല്ലാം നീക്കുകയും അവിടുത്തെ മഹത്വപൂർണമായ തിരുപ്പിറവിയാൽ ഏറ്റവും പരിശുദ്ധമായ ഈ സുദിനം പ്രകാശമാനമാക്കുകയും ചെയ്ത അനന്ത നന്മയുടെ ദൈവം നിങ്ങളിൽ നിന്ന് പാപാന്ധകാരമകറ്റി പുണ്യദീപ്തിയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രഭാപൂരിതമാക്കുമാറാകട്ടെ. ആമേൻ. അവിടുത്തെ രക്ഷാകരമായ പിറവിയുടെ മഹത്തായ സന്തോഷം ദൈവദൂതൻ വഴി ആട്ടിടയന്മാരെ അറിയിക്കാൻ തിരുവുള്ളമായ ദൈവം അവിടുത്തെ ആഹ്ലാദത്താൽ നിങ്ങളുടെ മാനസങ്ങൾ നിറയ്ക്കുകയും നിങ്ങളെ അവിടുത്തെ സുവിശേഷ ദൂതരാക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടുത്തെ മനുഷ്യാവതാരം വഴി ഭൂമിയും സ്വർഗവും ചേർത്തിണക്കിയ ദൈവം നിങ്ങളെ തൻ്റെ സമാധാനത്തിൻ്റെയും സന്മനസ്സിൻ്റെയും ദാനത്താൽ നിറയ്ക്കുകയും സ്വർഗീയ സഭയുടെ അംഗങ്ങളാകാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കാണുക കാണുക ശോഭന താരം, കേൾക്കുക കേൾക്കുക മോഹനഗാനം. സ്വർഗം ഭൂവിലിറങ്ങി വരുന്നു, രക്ഷകനിന്നു പിറന്നു. കാണുക കാണുക ശോഭന താരം, കേൾക്കുക കേൾക്കുക